என்னம்மா டாக்ஸி வேணுமா? ₹12 கொடுங்க சார். മീറ്റർ ചാർജ് തരാം. ശരി ശരി, ഇറങ്ങോ. ഈ സ്ഥലം അറിയോ? ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നതാ. വേറെ ആരെങ്കിലും ചോദിക്കും. ഇവിടെ ഇതിനു മുമ്പ് വന്നിട്ടില്ലേ? ഇല്ല. നോക്കട്ടെ. ഇതെവിടെയാണെന്നറിയോ? തരും സാർ. വരൂ. ഇവിടെ ആരുമില്ലല്ലോ. ഇത് തന്നെയാണോ വീട്? ആമാ സാർ, ഇതാ കന്യാപത്തരും. ഇത് മിസ്സസ് ഗീതാനന്ദകുമാറിന്റെ വീടല്ലേ? ஓ, நந்தகுமார் சாரா? டெல்லிக்கு டிரான்ஸ்ஃபர் ஆகி போயாச்சு. ഗീതാനന്ദകുമാർ സരിതയുടെ ആരാ? എന്റെ ഒരു കൂട്ടുകാരിയാണ്. അവളെ കാണാനാണ് ഞാൻ വന്നത്. സരിതയുടെ വേറെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ല. ഇന്ന് തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ ഇനി വൈകിട്ട് ട്രെയിനുള്ളൂ. എന്ത് വേണമെന്ന് നമുക്ക് ആലോചിക്കാം. സരിത വരും. മിസ്റ്റർ രാജൻ ഇല്ലേ ഇവിടെ? ഉണ്ട്. നിങ്ങളാരാ? ഞാൻ രാജന്റെ ഒരു ഫ്രണ്ടാ. കയറി വരൂ. ഇരിക്കൂ. ഹലോ. നിനക്ക് വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായോ? ആ, ഇത് മിസ് സരിത. ഞങ്ങൾ ഒരു കമ്പാർട്ട്മെന്റിലായിരുന്നു. സരിത ഇവിടെ ഒരു കൂട്ടുകാരിയെ കാണാൻ വന്നതാ. പക്ഷെ അവര് ട്രാൻസ്ഫർ ആയിട്ട് ഡൽഹിക്ക് പോയി. അപ്പോ സരിതയുടെ പെട്ടെന്നുള്ള യാത്രയായിരിക്കും അല്ലേ? അതെ. ഉഷയ്ക്ക് ഹരീന്ദ്രനെ മനസ്സിലായോ? ഇല്ല. എന്റെ കോളേജ് കമ്പനിയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലേ? അതിലെ ഒരു അംഗമാണ്. നമ്മുടെ കോളേജ് ലൈഫിനെ കുറിച്ചുള്ള എല്ലാ വിവരവും ഞാൻ ഇവളോട് പറഞ്ഞിട്ടുണ്ട്. ആ, ഇതെന്റെ ഭാര്യ ഉഷ. എന്റെ പേര് സരിത. ആ, നിങ്ങൾ സംസാരിച്ചിരിക്കും. വാ, നമുക്കകത്തിരിക്കാം. ആ, എടാ, സത്യം പറ, നിങ്ങൾ 1 2 3 അടിച്ച് വന്നല്ലേ? നീ പോടാ. ഞാൻ പറഞ്ഞില്ലേ,
ഞങ്ങൾ ഒരേ കമ്പാർട്ട്മെന്റിലായിരുന്നു. ആ കുട്ടി ആദ്യമായിട്ടാണ് മദ്രാസിൽ വരുന്നത്. സ്ഥലം അറിയാത്തതുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ചു പോന്നു. ഇവിടെ വന്നപ്പോൾ അവർ ട്രാൻസ്ഫർ ആയി പോയെന്ന് അറിഞ്ഞു. ഒരു പെൺകുട്ടിയല്ലേന്ന് കരുതി ഇങ്ങോട്ട് വിളിച്ചതാ. കഴിയുമെങ്കിൽ ഇന്ന് തന്നെ, അല്ലെങ്കിൽ നാളത്തെ ട്രെയിന് ആ കുട്ടി മടങ്ങിപ്പോ. നിങ്ങളെ കണ്ടപ്പോ എനിക്കൊരു സംശയം തോന്നിയതാ. കുളിക്കണം. ഓ നാശം. ഒരു പെൺകുട്ടിയല്ലേന്ന് കരുതിയാ നിങ്ങളെ ഞാൻ വിളിച്ചോണ്ട് വന്നത്. ഇതായിരുന്നു ഉദ്ദേശമെങ്കിൽ എന്നെ കൂടി ബുദ്ധിമുട്ടിക്കണ്ടായിരുന്നു. എന്നോട് ദേഷ്യം തോന്നരുത്. എല്ലാവരും നഷ്ടപ്പെട്ട ഞാൻ അവസാനത്തെ ഒരു പ്രതീക്ഷയുമായിട്ടാണ് ഇവിടെ വന്നത്. അതുകൂടി തകർന്നപ്പോ പിന്നെ മരണമല്ലാതെ മറ്റൊരു മാർഗവും ഞാൻ കണ്ടില്ല. നാളെ ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞ കയറി ചെല്ലാൻ എനിക്കൊരിടമില്ല. സരിതയ്ക്ക് വീട്ടുകാരുമില്ലേ? ഉണ്ട്, പക്ഷേ എല്ലാവരും എന്നെ വെറുക്കപ്പെട്ടു. കാരണം അതൊരു കഥയാണ്.